KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപന സമ്മേളനം പ്രചാരണം അവസാനഘട്ടത്തിൽ. പ്രഖ്യാപനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തും. SYS സാന്ത്വനം അപ്പാർട്ട്മെന്റ് ശിലാസ്ഥാപനം ഈ മാസം 9 കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് സ്വാഗത സംഘ രൂപവൽക്കരണം നാളെ മർക്കസിൽ. SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപന സംഗമങ്ങൾ സമാപിച്ചു. SYS മെമ്പർഷിപ്പ് അപ്ലോഡിംഗ് നാളെ സമാപിക്കും. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ടത്തങ്ങൾ അനുസ്മരണ സമ്മേളനം നാളെ കർമ്മഭൂമിയായ മഞ്ചേശ്വരത്ത്. വിശപ്പിനോട് വിട വാഗ്ദാനവുമായി തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് UDFന്റെ പ്രകടന പത്രിക. കേരളത്തിൽ ഗോവധം നിരോധിക്കാൻ ധൈര്യമുണ്ടോയെന്ന് കേന്ദ്രമന്ത്രി സഞ്ജീവ് കുമാർ. കേരളത്തിലെ സാമുദായിക ഐക്യം തകർക്കാനാകില്ലെന്ന് AK ആന്റണി. പാകിസ്ഥാനിൽ വ്യോമാക്രമണത്തിന് ഇന്ത്യ പദ്ധതിയിട്ടിരുന്നുവെന്ന് മുൻ പാക് വിദേശകാര്യമന്ത്രി. ദാദ്രിയിലെ അഖ്ലാഖിന്റെ കൊലപാതകം UP സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ഫലസ്തീനിൽ ആക്രമണം കനപ്പിക്കുമെന്ന് ഇസ്രായേൽ. ജെറുസലമിൽ UN സൈന്യത്തെ വിന്യസിക്കണമെന്ന് മഹ്മൂദ് അബ്ബാസ്. വാർത്തകൾ വിശദമായി. കേരളത്തിൽ ഗോവധ നിരോധം നടപ്പിലാക്കാൻ ധൈര്യമുണ്ടോയെന്ന് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് കേന്ദ്ര കൃഷി സഹമന്ത്രി സഞ്ജീവ് കുമാർ ബല്യാൺ. ഗോവധ നിരോധത്തിന് തുടക്കമിട്ടത് തങ്ങളാണെന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിന്റെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ദിഗ്വിജയ് സിംഗ് ഗോവധ നിരോധത്തെ പിന്തുണച്ചതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെയാണ് ഗോവധ നിരോധ നിയമത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുമെന്ന് സിംഗ് പറഞ്ഞത്. ഇതിനെതിരെയാണ് കേരളത്തിൽ ഗോവധം നിരോധിക്കാൻ മന്ത്രി വെല്ലുവിളിച്ചത്. അതേസമയം ഗോവധ നിരോധം കർശനമായി നടപ്പാക്കുന്നുണ്ടോയെന്ന് പരിശോധിക്കാനും പോത്തിന്റെ മാംസമെന്ന പേരിൽ ഗോമാംസം നൽകുന്നുണ്ടോയെന്ന് പരിശോധിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനും കൃഷി മന്ത്രാലയം യോഗം വിളിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. കൊച്ചി ടൌൺഹാളിൽ നടന്ന മുന്നണി സംസ്ഥാന നേതൃ കൺവെൻഷനിൽ ഹൈദരലി ശിഹാബ് തങ്ങൾ AK ആന്റണിക്ക് നൽകിയാണ് പ്രകാശിപ്പിച്ചത്. വികസന കേരളം ദരിദ്രരഹിത കേരളം എന്നതാണ് ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങളുടെ ആസ്ഥാനത്ത് സൌജന്യ വൈഫൈ സൌകര്യം, പാവങ്ങൾക്ക് ചികിത്സാ സഹായം തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ പ്രകടന പത്രികയിലുണ്ട്. അതേസമയം വർഗീയതയ്ക്ക് കേരളം കൂട്ടുനിൽക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF നേതൃ കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിഭാഗീയതയിലൂടെ കേരളത്തെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. BJPയുടെ ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ വിജയിക്കില്ല. CPM ജനങ്ങളിൽ നിന്ന് അകന്നുപോയി. 2006 ശേഷം ഒരു തിരഞ്ഞെടുപ്പിലും വിജയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് CPM പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ സാമുദായിക ഐക്യം തകർക്കാനാകില്ലെന്ന് മുൻ മുഖ്യമന്ത്രി AK ആന്റണി. മതത്തിന്റെ പേരിൽ രാജ്യത്ത് അസഹിഷ്ണുതയുണ്ടാക്കാനാണ് BJPയുടെ ശ്രമം. BJPയെ കൂട്ടുപിടിക്കുന്നവരുടെ അവസ്ഥ ദയനീയമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായുള്ള UDF സംസ്ഥാന നേതൃസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് ജനം ചുട്ട മറുപടി നൽകും. അരുവിക്കരയിലെ നേട്ടം കൊണ്ട് BJP പനിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മാട്ടിറച്ചി കഴിച്ചുവെന്നാരോപിച്ച് ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖ് എന്നയാളെ അടിച്ചുകൊന്ന സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകി. ബീഫ് കഴിച്ചതിനാണ് കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടിൽ പരാമർശമില്ല. നിരോധിത മാംസം കഴിച്ചതിനെ തുടർന്ന് രോഷാകുലരായ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയതാണെന്നാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുകയാണ്. നിരവധി രാഷ്ട്രീയ നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചതായും ദാദ്രിയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ദാദ്രി സംഭവത്തിൽ BJP മുതിർന്ന നേതാവും കേന്ദ്ര ധനമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി ന്യൂയോർക്കിൽ പ്രതികരിച്ചു. സംഭവം രാജ്യത്തിന്റെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് ജെയ്റ്റ്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ത്യ ഒരു പക്വമായ സമൂഹമാണ്. സമാന സംഭവങ്ങൾ രാജ്യത്തിന് സൽപ്പേര് നൽകുമെന്ന് കരുതുന്നില്ല.
ഭരണകൂടത്തിന്റെ നയപരിപാടികൾ തകിടം മറിക്കാനുള്ള ശ്രമമാണിത്. സംഭവത്തെ അപലപിക്കാനും പ്രതികരിക്കാനും പൌരന്മാർക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും ജെയ്റ്റ്ലി കൂട്ടിച്ചേർത്തു. ദാദ്രിയിൽ മുഹമ്മദ് അഖ്ലാഖിനെ സായുധ സംഘം കൊലപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞാണ് സംഭവത്തെക്കുറിച്ച് അരുൺ ജെയ്റ്റ്ലി പ്രതികരിക്കുന്നത്. ഫലസ്തീനിൽ ആക്രമണം കനപ്പിക്കുമെന്ന് ഇസ്രായേൽ, ജെറൂസലമിൽ UN സൈന്യത്തെ വിന്യസിക്കണമെന്ന് മഹ്മൂദ് അബ്ബാസ്. വിശദമായ റിപ്പോർട്ടിലേക്ക്. രണ്ടു സംഭവങ്ങളിലായി 4 ഇസ്രായേലികൾ കൊല്ലപ്പെട്ടതിന്റെ പേരിൽ മസ്ജിദുൽ അഖ്സയിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും അഭയാർത്ഥി ക്യാമ്പിൽ റെയ്ഡ് നടത്തുകയും ചെയ്തതിനു പിന്നാലെ ഫലസ്തീനിൽ ആക്രമണം കനപ്പിക്കുമെന്നും ഇസ്രായേൽ ഭീഷണി. പുതിയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാനായി അമേരിക്കയിലേക്ക് പറന്നതിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവാണ് ശക്തമായ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയത്. ഫലസ്തീനികൾക്ക് വിലക്കേർപ്പെടുത്തിയ മസ്ജിദുൽ അഖ്സ സ്ഥിതി ചെയ്യുന്ന ജെറുസലേം പഴയ പട്ടണത്തിൽ ആയിരക്കണക്കിന് ജൂത തീവ്രവാദികൾ സംഘടിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇസ്രായേൽ സൈനികർ തുൽക്കറമിൽ 18 വയസ്സുള്ള ഫലസ്തീനിയെ വെടിവെച്ചു കൊന്നതിനെ തുടർന്ന് വെസ്റ്റ് ബാങ്കിലും യുദ്ധസമാനമായ സാഹചര്യമുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നു. ചെക്ക് പോയിന്റിനരികെ സൈനികർക്കു നേരെ കല്ലെറിഞ്ഞ സംഘത്തിൽപ്പെട്ട ഹുദൈഫ സുലൈമാനാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ റോക്കറ്റ് തൊടുത്തുവിട്ടുവെന്നാരോപിച്ച് ഗസയിൽ ഇസ്രായേൽ ബോംബാക്രമണവും നടത്തി. ജെറുസലമിൽ അൽ അഖ്സ മസ്ജിദ് പരിസരങ്ങളിൽ ഇസ്രായേൽ സൈന്യവും ജൂത തീവ്രവാദികളും ദിവസങ്ങളായി തുടരുന്ന ആക്രമണങ്ങളാണ് പ്രദേശത്തെ സ്ഥിതി ഗുരുതരമാക്കിയത്. അൽ അഖ്സ മസ്ജിദ് വിഭജിച്ച് ഒരു ഭാഗം ജൂതർക്ക് കൈമാറാനാണ് പദ്ധതിയെന്ന് ഫലസ്തീനികൾ പറയുന്നു. ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെ നേതൃത്വം ഇതേ ആശങ്ക പങ്കുവയ്ക്കുന്നു. മസ്ജിദിൽ മുസ്ലിങ്ങൾക്ക് ആരാധന നിഷേധിക്കില്ലെന്ന് പറയുന്ന ഇസ്രായേൽ നിരന്തരം പ്രവേശന വിലക്കേർപ്പെടുത്തി സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. സംഘർഷം സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ച് ഫലസ്തീനികളുടെ ഭവനങ്ങൾ തകർക്കുന്ന നടപടി വേഗത്തിലാക്കുമെന്ന് ബെന്യാമിൻ നെതന്യാഹു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ജനീൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിൽ നിരവധി ഫലസ്തീനികൾക്ക് പരിക്കേറ്റതും വിമർശനത്തിനിടയാക്കി. സ്ഥിതി ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ മേഖലയിൽ UN സൈന്യത്തെ വിന്യസിക്കണമെന്ന് മഹ്മൂദ് അബ്ബാസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. 2008 മുംബൈ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിൽ വ്യോമാക്രമണം നടത്താൻ ഇന്ത്യ പദ്ധതിയിട്ടിരുന്നതായി മുൻ പാക് വിദേശകാര്യമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന മക്കെയിനാണ് തന്നോട് ഇക്കാര്യം പറഞ്ഞതെന്നും ഖുർഷിദ് മഹ്മൂദ് കസൂരി വ്യക്തമാക്കി. നൈദർ എ ഹ്വാക് നോർ എ ഡോവ് എന്ന പുതിയ പുസ്തകത്തിലൂടെയാണ് വെളിപ്പെടുത്തൽ. ഇന്ത്യയിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. ജമാഅത്തുദ്ദഅവ, ലഷ്കർ എ തൊയ്ബ എന്നീ സംഘടനകളുടെ ആസ്ഥാനമായ ലാഹോറിലെ മുരീദിൽ ഇന്ത്യ ആക്രമണം നടത്തുമെന്നാണ് മക്കെയിൻ തന്നോട് പറഞ്ഞതെന്നാണ് കസൂരി വ്യക്തമാക്കുന്നത്. ഇന്ത്യ ആക്രമിച്ചാൽ തക്കതായ മറുപടി നൽകുമെന്ന് പറഞ്ഞിരുന്നു. 5 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ചടി നൽകും. എല്ലാം നിയന്ത്രണാതീതമാകുമെന്നും താൻ പറഞ്ഞതായും അദ്ദേഹം വിശദീകരിക്കുന്നു. 2008 നവംബർ 26 നടന്ന മുംബൈ ഭീകരാക്രമണത്തിൽ 164 പേർ കൊല്ലപ്പെടുകയും 300-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ പിടികൂടിയ അജ്മൽ കസബിനെ ഇന്ത്യ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയിരുന്നു. കുവൈത്തിലേക്കുള്ള ഉദ്യോഗാർത്ഥികളുടെ ആരോഗ്യ പരിശോധന ഫീസ് കുറയ്ക്കില്ലെന്ന് ഖദാമത്ത് ഏജൻസി. ഖദാമത്തിന്റെ കൊച്ചി ഓഫീസ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും കോഴിക്കോട് പുതിയ ഓഫീസ് തുറക്കുമെന്നും ഖദാമത്ത് ഉറപ്പു നൽകിയതായി മന്ത്രി KC ജോസഫ് അറിയിച്ചു. മെഡിക്കൽ പരിശോധനയ്ക്ക് കുവൈത്ത് സർക്കാർ തീരുമാനിച്ച 55 കുവൈത്ത് ദിനാറാണ്, ഏകദേശം 12,000 രൂപയാണ് ഈടാക്കുന്നത്. ഇത് കുറയ്ക്കാനാവില്ലെന്ന നിലപാടാണ് ചർച്ചയിൽ ഖദാമത്ത് അധികൃതർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രി KC ജോസഫ്, തോമസ് ചാണ്ടി MLA എന്നിവരാണ് ഖദാമത്ത് അധികൃതരുമായി ചർച്ച നടത്തിയത്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അധിക ഫീസ് ഈടാക്കുന്നെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് ജൂൺ 26 മെഡിക്കൽ പരിശോധനയിൽ നിന്ന് ഖദാമത്ത് ഏജൻസിയെ മാറ്റിയത്. 2 ആഴ്ച മുമ്പാണ് വീണ്ടും അനുമതി നൽകിയത്. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. ദക്ഷിണ സൌദിയിലെ യമൻ അതിർത്തി പ്രദേശമായ ജിസാനിലെ അൽരാജി ബാങ്കിന്റെ ശാഖയിൽ ഇന്ന് രാവിലെ തോക്കുമായി ഇരച്ചുകയറിയ യുവാക്കൾ നടത്തിയ ആക്രമണത്തിൽ ബാങ്ക് മാനേജർ അടക്കം 2 പേർ കൊല്ലപ്പെട്ടു. ഇന്ന് രാവിലെ ബാങ്കിൽ ഉപഭോക്താക്കളുള്ള പ്രവർത്തന സമയത്ത് തോക്കുമായി അകത്തുകടന്ന 2 യുവാക്കൾ അലക്ഷ്യമായി വെടിവെക്കുകയായിരുന്നു. ഉച്ചത്തിൽ തക്ബീർ മുഴക്കിയായിരുന്നു ഇവർ അകത്തുകടന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവസ്ഥലത്ത് വൻ സന്നാഹങ്ങളുമായി കുതിച്ചെത്തിയ സുരക്ഷാസേന മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനുശേഷം അക്രമികളിൽ ഒരാളെ കീഴ്പ്പെടുത്തി. ഇതിനിടെ അപരൻ സൈന്യത്തിന്റെ കണ്ണുവെട്ടിച്ച് ജിസാനിലെ കോർണിഷ് ഭാഗത്തേക്ക് കടന്നുകളഞ്ഞു. അക്രമികളെക്കുറിച്ച് വിശദാംശങ്ങൾ വ്യക്തമായിട്ടില്ല. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും.
വരിക ധർമ്മ പതാകയെ നെഞ്ചേറ്റുവാൻ യുവാക്കളെ, വരിക ധർമ്മ പതാകയെ നെഞ്ചേറ്റുവാൻ യുവാക്കളെ. അറിയുമോ യുവധീരരെ നാം പെറ്റുണർന്നീ മണ്ണിനെ, അറിയുമോ യുവധീരരെ നാം പെറ്റുണർന്നീ മണ്ണിനെ. വരിക ധർമ്മ പതാകയെ നെഞ്ചേറ്റുവാൻ യുവാക്കളെ, വരിക ധർമ്മ പതാകയെ നെഞ്ചേറ്റുവാൻ യുവാക്കളെ. അറിയുമോ യുവധീരരെ നാം പെറ്റുണർന്നീ മണ്ണിനെ, അറിയുമോ യുവധീരരെ നാം പെറ്റുണർന്നീ മണ്ണിനെ. വരിക ധർമ്മ പതാകയെ നെഞ്ചേറ്റുവാൻ യുവാക്കളെ, നെഞ്ചേറ്റുവാൻ യുവാക്കളെ. ജന്മനാട്ടിൽ സ്വസ്ഥവാസം പുൽകുവാനായി പൂർവികർ ശക്തമായി ചെറുത്തുനിന്നു തുരത്തിയില്ലേ വൈരിയെ. ജന്മനാട്ടിൽ സ്വസ്ഥവാസം പുൽകുവാനായി പൂർവികർ ശക്തമായി ചെറുത്തുനിന്നു തുരത്തിയില്ലേ വൈരിയെ. തൂക്കുനെഞ്ചിൽ ചൂണ്ടി ശത്രു പറഞ്ഞതല്ലേ മടങ്ങുവാൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. ഈ മാസം 10 മലപ്പുറത്ത് നടക്കുന്ന കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപന സമ്മേളനത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതം. 2000-ഓളം പ്രതിനിധികളാണ് പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുക്കുക. സുന്നി സംഘകുടുംബം നെഞ്ചോട് ചേർത്തുവെക്കുന്ന പ്രഖ്യാപന സമ്മേളനം ചരിത്രമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടക സമിതി. സമ്മേളനത്തിലെത്തുന്നവരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. മലപ്പുറം ടൌൺഹാളിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് പുതിയ സംഘടന പ്രഖ്യാപിക്കുക. സമ്മേളനം നടക്കുന്ന ടൌൺഹാളിന് പുറമെ പുറത്ത് വിശാലമായ പന്തൽ ഒരുക്കുന്നുണ്ട്. സമ്മേളനം വീക്ഷിക്കുന്നതിന് LCD സ്ക്രീനുകൾ സ്ഥാപിക്കുകയും ചെയ്യും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മുസ്ലിം ബഹുജന സംഘടന രൂപവൽക്കരിക്കുന്നതിന്റെ ആദ്യഘട്ടമാണ് കേരള ഘടകത്തിന്റെ പിറവി. പണ്ഡിതന്മാരും ഉമറാക്കളും ഉൾക്കൊള്ളുന്നതാകും മുസ്ലിം ജമാഅത്ത്. പ്രഖ്യാപനത്തോടെ മുസ്ലിം സംഘടനകൾക്കിടയിലെ ആധികാരിക ശബ്ദമായി ഈ സംഘടന മാറും. കോട്ടക്കൽ എടരിക്കോട് നടന്ന SYS 60ാം വാർഷിക സമ്മേളനത്തിലാണ് പുതിയ സംഘടനയെക്കുറിച്ച് ആലോചനകൾ നടന്നത്. സംഘടനയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രചാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ചേർന്ന സംഘാടക സമിതി യോഗത്തിൽ പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി അധ്യക്ഷത വഹിച്ചു. KPH തങ്ങൾ പ്രാർത്ഥന നടത്തി. മുസ്തഫ മാസ്റ്റർ കോടൂർ, ഊരകം അബ്ദുറഹ്മാൻ സഖാഫി, K മുഹമ്മദ് ഇബ്രാഹിം, അബ്ദു ഹാജി വേങ്ങര, പത്തപ്പിരിയം അബ്ദുറഷീദ് സഖാഫി, മുഹമ്മദ് അലി മുസ്ലിയാർ പൂക്കോട്ടൂർ തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. SYS സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനർക്ക് നിർമ്മിച്ചു നൽകുന്ന അപ്പാർട്ട്മെന്റിന്റെ ശിലാസ്ഥാപനം ഈ മാസം 9 വൈകിട്ട് 7 മണിക്ക് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിർവഹിക്കും. ചടങ്ങിൽ നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ സമൂഹ വിവാഹവും ദാറുൽ ഖൈർ ഭവൻ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ടി നിർമ്മാണം പൂർത്തിയാക്കിയ 3 ഭവനങ്ങളുടെ താക്കോൽദാനവും കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. മുപ്പത്തടം, എരമം, ആലുവ, ഒളിയന്നൂർ എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന അപ്പാർട്ട്മെന്റുകളിൽ 18 കുടുംബങ്ങൾക്കാണ് സ്ഥിര താമസ സൌകര്യമൊരുക്കുന്നത്. സാന്ത്വന പ്രവർത്തനങ്ങളുടെ ഭാഗമായി SYS എറണാകുളം ജില്ലയുടെ 5 പ്രദേശങ്ങളിൽ നടത്തിയ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ 100 കണക്കിന് രോഗികൾ പങ്കെടുത്തു. സൌജന്യ കണ്ണട വിതരണവും അങ്കമാലി LF ഹോസ്പിറ്റലുമായി സഹകരിച്ച് 300ഓളം രോഗികൾക്ക് തിമിര ശസ്ത്രക്രിയയും നടത്തി. 2ാംഘട്ട സമൂഹ വിവാഹവും സാന്ത്വന ഭവന താക്കോൽദാനവും ഡിസംബർ 13 കൊച്ചിയിൽ TSK തങ്ങൾ നഗറിൽ ജില്ലാ മീലാദ് സമ്മേളനത്തോടൊപ്പം നടക്കുമെന്ന് ജില്ലാ നേതാക്കൾ അറിയിച്ചു. ഹൈക്കോടതി ജഡ്ജി യോഗം ഉദ്ഘാടനം ചെയ്യും. സയ്യിദുകൾ, പണ്ഡിതന്മാർ, മന്ത്രിമാർ, MLAമാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സുന്നി സംഘടനാ നേതാക്കൾ തുടങ്ങിയ പ്രമുഖർ സമ്മേളനത്തിൽ സംബന്ധിക്കും. പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സ്വാഗത സംഘം ചെയർമാൻ MP അബ്ദുൽ ജബ്ബാർ കാമിൽ സഖാഫി, കൺവീനർ CA ഹൈദ്രോസ് ഹാജി എന്നിവർ അറിയിച്ചു.
മർക്കസിന്റെ കീഴിൽ കോഴിക്കോട് വെച്ച് നടത്തുന്ന അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസിന്റെ സ്വാഗത സംഘ രൂപവൽക്കരണ കൺവെൻഷൻ നാളെ വൈകിട്ട് 4 മണിക്ക് കാരന്തൂർ മർക്കസിൽ നടക്കും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സയ്യിദ് യൂസുഫുൽ ബുഖാരി വലത്തൂർ, സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ, ഷറഫുദ്ദീൻ ജമലുലേലി തങ്ങൾ, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ, C മുഹമ്മദ് ഫൈസി, VPM ഫൈസി വില്യാപ്പള്ളി, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി തുടങ്ങിയവർ സംബന്ധിക്കും. മീലാദ് കോൺഫറൻസ് സ്വാഗത സംഘ രൂപവൽക്കരണ കൺവെൻഷനിൽ SYS, SMA, ജമിയത്തുൽ മുഅല്ലിമീൻ, SSF, ജമിയത്തുൽ ഉലമ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ബന്ധപ്പെട്ട എല്ലാ സുന്നി പ്രവർത്തകരും സംബന്ധിക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അഭ്യർത്ഥിച്ചു. SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപന സംഗമങ്ങൾ ജില്ലയിൽ 2 കേന്ദ്രങ്ങളിൽ നടന്നു. മർക്കസ് ഒയാസിസിൽ SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുസമദ് സഖാഫി മായനാട് പ്രഖ്യാപന സംഗമം ഉദ്ഘാടനം ചെയ്തു. MT ശിഹാബുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം സഖാഫി താത്തൂർ, അബ്ദുൽ ജലീൽ അഹ്സനി കാന്തപുരം, ഹനീഫ സഖാഫി കാരന്തൂർ, കാസിം ചെറുവാടി സംസാരിച്ചു. വടകര സുന്നി സെന്ററിൽ പ്രഖ്യാപന സംഗമം SSF ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് TK ഉദ്ഘാടനം ചെയ്തു. ഹാമിദ് അലി സഖാഫി പാലാഴി അധ്യക്ഷത വഹിച്ചു. സുബൈർ അസ്ഹരി, ഷബനാസ് വടകര, റഫീഖ് കുറ്റ്യാടി പ്രസംഗിച്ചു. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ നവംബർ 10 ബാലുശ്ശേരിയിലാണ് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളനം നടക്കുക. ജില്ലയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെയും ഹൈസൈൽ യൂണിറ്റിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം, വിദ്യാർത്ഥി റാലി, പൊതുസമ്മേളനം എന്നിവ നടക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി ഡിവിഷനിൽ ഹൈ പോയിന്റ് അഥവാ വിദ്യാർത്ഥി ക്യാമ്പ്, സെക്ടർ കേന്ദ്രങ്ങളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങൾ, ക്യാമ്പസുകളിൽ ഒക്ടോബർ 30 കൊളാഷ് പ്രദർശനം, ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന പ്രമേയം ആസ്പദമാക്കി ക്യാമ്പസുകളുടെ പരിസരത്ത് തെരുവ് ചർച്ച എന്നിവ നടക്കും. SYS മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള അപ്ലോഡിംഗ് നാളെ അവസാനിക്കും. വൈകുന്നേരം 7 മണിവരെ നേരത്തെ നൽകിയ പാസ്വേഡ് ഉപയോഗിച്ച് മുഴുവൻ ഡാറ്റയും ഫോട്ടോയും അപ്ലോഡ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഡാറ്റയും ഫോട്ടോയും അതാത് യൂണിറ്റുകൾക്ക് എഡിറ്റ് ചെയ്യുന്നതിനും പുതിയവ ചേർക്കുന്നതിനും ഒക്ടോബർ 9, 10, 11 തീയതികളിൽ അവസരമുണ്ടാവുമെന്നും സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് അറിയിച്ചു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേതാക്കളിൽ പ്രമുഖരും മദ്ഹർ സ്ഥാപനങ്ങളുടെ ചെയർമാനും SYS സംസ്ഥാന ട്രഷററും ജില്ലാ സംയുക്ത ജമാഅത്ത് ഖാദിയുമായിരുന്ന മർഹൂം സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങളുടെ അനുസ്മരണ സമ്മേളനം നാളെ കർമ്മഭൂമിയായ മഞ്ചേശ്വരത്ത് വെച്ച് നടക്കും. SSF മഞ്ചേശ്വരം ഡിവിഷൻ സംഘടിപ്പിക്കുന്ന പരിപാടി വൈകിട്ട് 3 മണിക്ക് പൊസോട്ട് തങ്ങൾ മക്കാം സിയാറത്തോടെ ആരംഭിക്കും. KSM തങ്ങൾ ഗാന്ധിനഗർ നേതൃത്വം നൽകും. സയ്യിദ് അഹമ്മദ് ജമാലുദ്ദീൻ അൽ ബുഖാരിയുടെ പ്രാർത്ഥനയോടെ അനുസ്മരണ സമ്മേളനത്തിന് തുടക്കമാകും. അബ്ദുൽ അസീസ് സഖാഫി മച്ചമ്പാടിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉപാധ്യക്ഷൻ M ആലിക്കുഞ്ഞി മുസ്ലിയർ ഷിറിയ ഉദ്ഘാടനം ചെയ്യും. SSF സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അനുസ്മരണ പ്രഭാഷണം നടത്തും. സയ്യിദ് അബ്ദുറഹ്മാൻ ഷഹീർ അൽ ബുഖാരി സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മൂസൽ മദനി അൽ ബിഷാറ, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, സുലൈമാൻ കരിവള്ളൂർ, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സൈദി, കട്ടിപ്പാറ അബ്ദുൽ ഖാദർ സഖാഫി, മുഹമ്മദ് സഖാഫി പാത്തൂർ തുടങ്ങി പ്രമുഖർ പ്രസംഗിക്കും. ഉസ്മാൻ ഹാജി മദ്ഹർ, ബാവ ഹാജി പൊസോട്ട്, അബ്ദുൽ മജീദ് ഹാജി ഉദ്യാവരം, ഹസൻ കുഞ്ഞി തുടങ്ങി പ്രമുഖർ സംബന്ധിക്കും. ഉമറുൽ ഫാറൂഖ് പൊസോട്ട് സ്വാഗതം പറയും. ലക്ഷദ്വീപ് അഗത്തി മർക്കസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അനുസ്മരണവും സ്വലാത്ത് മജ്ലിസും വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് നടക്കും. മർക്കസ് ജനറൽ സെക്രട്ടറി KC അബ്ദുൽ ഖാദർ സഖാഫി നേതൃത്വം നൽകും. TKP അബൂസലാം കോയ മുസ്ലിയാർ അനുസ്മരണ പ്രഭാഷണം നടത്തും. M അബ്ദുസമദ് കോയ ധാരിമി, MC അബ്ദുറഹ്മാൻ ധാരിമി, PP അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ എന്നിവർ സംബന്ധിക്കും. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപന സമ്മേളനം പ്രചാരണം അവസാനഘട്ടത്തിൽ. പ്രഖ്യാപനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തും. തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. വർഗീയതയ്ക്ക് കേരളം കൂട്ടുനിൽക്കില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. SYS സാന്ത്വനം അപ്പാർട്ട്മെന്റ് ശിലാസ്ഥാപനം ഈ മാസം 9 കാന്തപുരം ഉസ്താദ് നിർവഹിക്കും. ദാദ്രിയിലെ അഖ്ലാഖിന്റെ കൊലപാതകം UP സർക്കാർ ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. കേരളത്തിലെ സാമുദായിക ഐക്യം തകർക്കാനാകില്ലെന്ന് AK ആന്റണി. ഫലസ്തീനിൽ ആക്രമണം കനപ്പിക്കുമെന്ന് ഇസ്രായേൽ. ജെറുസലമിൽ UN സൈന്യത്തെ വിന്യസിക്കണമെന്ന് മഹ്മൂദ് അബ്ബാസ്. കേരളത്തിൽ ഗോവധം നിരോധിക്കാൻ ധൈര്യമുണ്ടോയെന്ന് കേന്ദ്രമന്ത്രി സഞ്ജീവ് കുമാർ. അന്താരാഷ്ട്ര മീലാദ് കോൺഫറൻസ് സ്വാഗത സംഘ രൂപവൽക്കരണം നാളെ മർക്കസിൽ. പാകിസ്ഥാനിൽ വ്യോമാക്രമണത്തിന് ഇന്ത്യ പദ്ധതിയിട്ടിരുന്നുവെന്ന് മുൻ പാക് വിദേശകാര്യമന്ത്രി.
SSF കോഴിക്കോട് ജില്ലാ ഹയർ സെക്കൻഡറി സമ്മേളന പ്രഖ്യാപന സംഗമങ്ങൾ സമാപിച്ചു. SYS മെമ്പർഷിപ്പ് അപ്ലോഡിംഗ് നാളെ സമാപിക്കും. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ടത്തങ്ങൾ അനുസ്മരണ സമ്മേളനം നാളെ കർമ്മഭൂമിയായ മഞ്ചേശ്വരത്ത്. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.